ഹായ്, സോ വെൽക്കം ബാക്ക് ടു മൈ എറ്റ് അനദർ വ്ലോഗ്. സോ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്ന് പറഞ്ഞാൽ ദുനിയ കി സബ്സേ ഷഹർ സിറ്റി ഓഫ് ഡ്രീംസ് ആയ മുംബൈയിലെ വ്ലോഗാണ്. മുംബൈ വന്നിട്ട് 4 months ആയെങ്കിലും മുംബൈയിലെ മെയിൻ അട്രാക്ഷനായ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ വി ഡിസൈഡഡ് ടു ഗോ ദെയർ ടുഡേ. സോ രാവിലെ തന്നെ നമ്മൾ പി ജിയിൽ നിന്ന് ഓട്ടോ എടുത്ത് ലോക്കൽ സ്റ്റേഷനിലേക്ക് പോയി. സാധാരണ ലോക്കൽ നിൽക്കാൻ പോലും സ്ഥലം കിട്ടാറില്ല, ബട്ട് ഇന്ന് എനിക്ക് ഇരിക്കാനുള്ള സ്ഥലം കിട്ടി. വീക്കെൻഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു തിരക്ക് വളരെ കുറവായിരുന്നു. നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു, എന്നാലും തിരക്കുണ്ടായിരുന്നു. ബട്ട് എന്നത്തെ തിരക്ക് വെച്ച് നോക്കുമ്പോൾ ഇന്ന് തിരക്കില്ലായിരുന്നു. ആ സന്തോഷത്തിൽ ഞാൻ പുറത്തെ കാഴ്ചകൾ കണ്ടിരിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ CSMT എത്തിയിരിക്കുന്നു. ഈ സ്റ്റേഷൻ കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയാം. ഇവിടുത്തെ ഓരോ ആർക്കിടെക്ചറും നമുക്ക് നോക്കി നിൽക്കാൻ തന്നെ ഉള്ള മാത്രമുണ്ട്. സോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്റ്റേഷനാണ് CSMT എന്ന് പറയുന്നത്. അവിടുന്ന് CSMT സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ഷെയർ ടാക്സി കിട്ടും ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക്. സോ ഞങ്ങൾ ഒരു ഷെയർ ടാക്സി എടുത്ത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് പോയി. അവിടെ എന്ന് പറഞ്ഞാൽ എന്തോ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുമായതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് അങ്ങോട്ട് കാണാൻ പറ്റിയിട്ടില്ല. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ക്രൗഡാണ്. എപ്പോൾ നിങ്ങൾ ചെന്നാലും നിങ്ങൾ നല്ല ക്രൗഡിനെ എക്സ്പെക്ട് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് എലിഫൻ്റ കേവ്സിലേക്കാണ്. എലിഫൻ്റ കേവ്സിലേക്ക് നിങ്ങൾക്ക് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് ഒരു ഫെറി റൈഡ് കിട്ടും. സോ ഞങ്ങൾ ഫെറി റൈഡിലാണ് പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ബോട്ടിൽ എലിഫൻ്റ കേവ്സ് വരെ പോകാൻ പറ്റുന്നതാണ്. 300 രൂപയാണ് ചാർജ്. എനിക്ക് തോന്നുന്നു അവിടെ ഓരോ ഏജൻസാണ് ടിക്കറ്റ് സെല് ചെയ്യുന്നത്. സോ അവിടെ കുറച്ച് സ്കാം നടക്കുന്നുണ്ടാവും. സോ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ നോക്കി കണ്ടെത്തി ടിക്കറ്റ് എടുക്കാം. 300 രൂപയാണ് ഞങ്ങൾക്കായിട്ടുണ്ടായിരുന്നത്. അതാണോ അതിൻ്റെ കറക്റ്റ് വില എന്ന് എനിക്കറിയില്ല, ബട്ട് ഞങ്ങൾക്ക് 300 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത്. സോ ഞങ്ങളങ്ങനെ ഫെറിയിൽ കയറി. ഒരു മിഡ് ആയപ്പോൾ തന്നെ നല്ല മഴക്കാറുണ്ടായിരുന്നു. അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി പണി വാളില്ല. എന്തായാലും ഇനിയിപ്പോൾ വഴിയിലിറങ്ങാൻ പറ്റില്ലല്ലോ, കടലല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് നോക്കാം. അവിടെ ചെല്ലുമ്പോൾ മാറുകയായിരിക്കും. ചെന്നിറങ്ങിയപ്പോൾ തൊട്ട് മഴ. ഒരു ശകലം പോലും ഇപ്പോൾ നിൽക്കുന്നതൊട്ടും ഒരു ശകലം പോലും നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് എലിഫൻ്റ കേവ്സിലേക്ക് പോകണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു ടോയ് കാറിലാണ് പോകേണ്ടത്. എനിക്ക് മഴ കണ്ടപ്പോഴേ എൻ്റെ മൈൻഡ് ഫുള്ള് പോയി. ഞാൻ പേടിച്ചു ഗൈസ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ കടലിൽ മഴ വീണതും ഇടി വെട്ടണതും ഒക്കെ കാണുമ്പോൾ തന്നെ എന്തോ ഭയങ്കര ഭീകരമായൊരു അന്തരീക്ഷമായിരുന്നു. സോ എനിക്ക് പോകാൻ താല്പര്യമില്ലാതെ നമ്മൾ അടുത്ത ബോട്ടിൽ തിരിച്ചു വരാൻ വേണ്ടി തന്നെ അങ്ങനെ ബോട്ടിൽ കയറുമ്പോൾ ബോട്ടിൽ ഇരിക്കുമ്പോഴെല്ലാം എൻ്റെ മുന്നിൽ ഇപ്പോൾ ഒരു സുനാമി വന്നാലോ, ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാലോ. അവസാനം തിരിച്ച് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശ്വാസം വീണത്. പിന്നെ നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് കൊളാബ കോസ്വേയിലേക്കായിരുന്നു. സ്ട്രീറ്റ് ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സ്ഥലമാണ് കൊളാബ കോസ്വേ. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഡ്രസ്സസും ജ്വല്ലറീസും ഒക്കെ ഉള്ള ഒരുപാട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കൊളാബ കോസ്വേ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നീട് നമ്മുടെ ഐറ്റിനറിയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു റസ്റ്റം ഐസ്ക്രീം ട്രൈ ചെയ്യണമെന്ന്. ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ലോക്കൽസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും അവിടെ പോകുമ്പോൾ ഇത് കഴിക്കണം, നല്ല ഹൈപ്പുള്ള ഒരു ഐസ്ക്രീമാണ്. സോ നമ്മൾ വിചാരിച്ചു അതൊന്ന് ട്രൈ ചെയ്യാമെന്ന്. സോ നമ്മൾ കൊളാബ കോസ്വേയിൽ നിന്ന് മറൈൻസിലോട്ട് പോയി. ഇതുള്ളത് മറൈൻ ഡ്രൈവിന് അടുത്താണ്. സോ നമ്മൾ ആ ലൊക്കേഷനിലോട്ട് നമ്മൾ പോകുമായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ടാക്സി എടുത്ത് നമ്മൾ മറൈൻസിലോട്ട് പോകാം. പുറത്ത് നല്ല മഴയായിരുന്നു. ടാക്സിയിലാണെങ്കിൽ ആ ചേട്ടൻ നല്ല ഹിന്ദി സോങ്ങോ മറാഠി സോങ്ങാണെന്ന് തോന്നി നല്ല പഴയ മറാഠി സോങ്ങൊക്കെ പ്ലേ ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു. ലൈക്ക് നമുക്ക് ആ ഒരു വൈബ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ റസ്റ്റം ഐസ്ക്രീം എത്തിയപ്പോഴേ അവിടെ നീണ്ടു നിവർന്ന ഒരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു. എങ്ങനെയോ നമ്മൾ 2 ഐസ്ക്രീം കിട്ടാൻ വേണ്ടി നമുക്ക് കിട്ടി. പിന്നെ നമ്മൾ കാര്യമായിട്ടൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഒരു 5-6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് തിരിച്ചു വരുന്നുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോഴും ലോക്കലിൽ ആൾ കുറവായിരുന്നു. സോ എനിക്ക് 2-3 സാധാരണ ഇങ്ങനെയൊന്നും നമുക്ക് നിൽക്കാനോ ഫോൺ പോലും കയ്യിലെടുക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ നമ്മൾ ന്യൂ ആയിട്ട് ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടൊരു 4 months ആയതുള്ളൂ. അപ്പം ഞങ്ങൾ അഡാപ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷനൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ഫോണൊക്കെ എടുക്കുന്നവരുണ്ട്, സൈഡിൽ നിൽക്കുന്നവരുണ്ട്, ട്രെയിനിൻ്റെ ഡോറിലൊക്കെ നിൽക്കുന്നവരുണ്ട് തിരക്കിൻ്റെ ഇടയിൽ പോലും. പക്ഷേ നമ്മൾ ഇതുവരെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ വന്നിട്ട് വീട്ടിലൊക്കെ വന്ന് പി ജിയിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ മോളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 1.5 kilometer കഴിഞ്ഞിട്ട് സിറ്റി മോൾ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ വന്നിട്ട് അങ്ങനെ വലിയ മോളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരൊറ്റ ടൈമിലേ പോയിട്ടുണ്ടായിരുന്നു. അത് ഇത്രയും വലിയ മോളൊന്നും ആയിരുന്നില്ല. സോ നമ്മൾ ചുമ്മാ രാത്രി അവിടെ പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചു വന്നു. അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദി നെക്സ്റ്റ് വ്ളോഗ്. ബൈ.